സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്ത് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലെത്തി. എംബാപ്പയുടെ ഇരട്ട ഗോളിന്റെ കരുത്തിലാണ് ഫ്രാൻസ് സ്വീഡനെ തകർത്തത്. പ്രീ ക്വാർട്ടറിൽ പരഗ്വയാണ് ഫ്രാൻസിന്റെ എതിരാളികൾ. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും മനീഷ ഐഷ മാത്യു ചേരുന്നുണ്ട്. മനീഷ്, ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രീ ക്വാർട്ടറിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടത്തിലേക്കാണ്. മെസ്സിക്കൊപ്പം ഗോൾ വേട്ടയിലെത്തുന്നു, 6 ലോകകപ്പിലും ഗോൾ നേടുന്നു. അങ്ങനെ വലിയ നേട്ടങ്ങളിലേക്ക് പോകുന്നു. ഫ്രാൻസിന്റെ പ്രീ ക്വാർട്ടർ പ്രതീക്ഷകൾ എന്താണ്? എന്നാണ് മത്സരം നടക്കുന്നത്? ഗൗതം, എംബാപ്പെ വീണ്ടും റെക്കോർഡിട്ടതോടുകൂടി അനായാസ ജയവുമായാണ് നിലവിലിപ്പോൾ പ്രീ ക്വാർട്ടറിലേക്ക് ഫ്രാൻസ് കടന്നിരിക്കുന്നത്. എംബാപ്പയുടെ ഇരട്ട ഗോളോടുകൂടി ഈ ലോകകപ്പിൽ 6 ഗോളുമായി ഗോൾഡൻ ബൂട്ടിൽ മെസ്സിക്കൊപ്പം എത്തി. അസിസ്റ്റുകളുടെ എണ്ണത്തിൽ എംബാപ്പയാണ് മുന്നിലെത്തുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ഗോൾഡൻ ബൂട്ടിൽ 1ാം സ്ഥാനത്തുള്ളത് എംബാപ്പയാണ്. അതിനോടൊപ്പം തന്നെ ബ്രസീൽ ഇതിഹാസം റൊണാൾഡോയുടെ റെക്കോർഡ് കൂടി ഈ മത്സരത്തിൽ എംബാപ്പെ മറികടന്നു. നോക്കൌട്ട് മത്സരങ്ങളിൽ ഏറ്റവും അധികം ഗോൾ നേടുന്ന താരം എന്ന റെക്കോർഡാണ് എംബാപ്പെ സ്വന്തം പേരിലാക്കിയത്. 10 ഗോളുകളാണ് ഇതിനോടകം തന്നെ താരം നോക്കൌട്ട് റൗണ്ടിൽ മാത്രം ലോകകപ്പിൽ നേടിയിരിക്കുന്നത്. അങ്ങനെ ലോകകപ്പിൽ മൊത്തത്തിൽ 18 ഗോളും എന്ന നേട്ടത്തിലേക്കും എംബാപ്പയ്ക്ക് എത്താൻ കഴിഞ്ഞു. 19 ഗോളുമായി ഇനി മെസ്സി മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. കേവലം 18 മത്സരങ്ങളിൽ നിന്നാണ് എംബാപ്പയുടെ ഈ റെക്കോർഡ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. അങ്ങനെ എംബാപ്പെ കളം നിറഞ്ഞതോടെ സ്വീഡനെതിരെ ആധികാരിക ജയമാണ് ഫ്രാൻസ് സ്വന്തമാക്കിയത്. മത്സരത്തിലുടനീളം സ്വീഡനെതിരെ മികച്ച പ്രകടനമാണ് ഫ്രാൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പലപ്പോഴും ഫ്രാൻസിന് വെല്ലുവിളിയായത് സ്വീഡന്റെ ക്രോസ് ബാർ മാത്രമാണ്. അങ്ങനെ മികച്ച പ്രകടനമാണ് ഫ്രാൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ ആധികാരിക ജയത്തോടു കൂടി തന്നെ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്നു. പ്രീ ക്വാർട്ടറിൽ ജർമ്മനി അട്ടിമറിച്ചെത്തിയ പരാഗ്വെയാണ് ഫ്രാൻസിന്റെ എതിരാളിയായിട്ടുള്ളത്. ഗൗതം, ശരി, മനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഗോൾഡൻ ബൂട്ടിലേക്ക് ഇത്തവണ വലിയ പോരാട്ടം നടക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ ഫലങ്ങളും റിപ്പോർട്ടുകളും.